ജയൻ രവി എന്ന പേര് മാറ്റി രവി മോഹൻ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയെ ലക്കി ആക്കിയോ എന്ന് നോക്കാം. അപ്പോൾ കൃതിക ഉദയനിധി സംവിധാനം ചെയ്ത് രവി മോഹൻ, നിത്യ മേനൻ, ലാൽ, വിനയ്, യോഗി ബാബു എന്നിവർ അഭിനയിച്ച കാതലിക്ക നേരമില്ല എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമയിലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് തോട്ട്, നല്ലൊരു തോട്ടാണ്. പക്ഷെ അതിൽ പ്രസൻറ്റേഷൻ അതിൻ്റെ സ്ക്രീനിലോട്ട് വന്നപ്പോൾ എത്രത്തോളം മികച്ചതായി എന്നുള്ളതാണ് സംശയം. അപ്പോൾ സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ സിനിമ ആരംഭിക്കുന്നത് ശ്രേയ എന്ന കഥാപാത്രം, നിത്യമേനോൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ നരേഷനിലൂടെയാണ്. ആളൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുകയാണ്. ഒപ്പം തന്നെ കല്യാണം റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണം ഏകദേശം രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നീട് ഒരുമിച്ച് US പോകാനുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ബ്രേക്കപ്പ് ആവേണ്ട സിറ്റുവേഷൻ വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശ്രേയ എന്ന കഥാപാത്രം ചിന്തിക്കുന്നത് ഈ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, കുട്ടികൾ ഉണ്ടാകാനാണ്. അതിന് ഇപ്പോൾ എത്രത്തോളം വഴികളുണ്ട്. അങ്ങനെ IVF ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സ്പേം ബാങ്കിൽ നിന്നും ആ സ്പേം എടുത്ത് കണ്ട് പ്രഗ്നൻസി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നിത്യമേനോൻ. മറുവശത്ത് സിദ്ധാർത്ഥ് എന്ന കഥാപാത്രം രവി മോഹൻ, നമ്മുടെ ജയം രവി ചെയ്തിട്ടുണ്ട്. ആളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. പുള്ളി ഒരു സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആളും തൻ്റെ നിരുപമ കാമുകിയായിട്ടുള്ള എൻഗേജ്മെന്റ് വരെ അടുക്കുകയും പിന്നീട് ഇതേപോലെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം എൻഗേജ്മെന്റ് നടക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഒരു കല്യാണം, എന്തിനാണ് ഈ കല്യാണം കഴിക്കുന്നത്, ഒരു റിപ്രൊഡക്ഷന് വേണ്ടി മാത്രം ഒരു കല്യാണം കഴിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പുള്ളിയാണ്. അത് കൺസീവ് ചെയ്യാൻ നിരുപമയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ എൻഗേജ്മെന്റ് ദിവസം മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡിഫറെന്റ് അപ്രോച്ചിൽ നിന്നും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രവി മോഹൻ, നമ്മുടെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രം, സുഹൃത്തിൻ്റെ നിർബന്ധപൂർവ്വം തന്നെ ഒരു സ്പേം ബാങ്കിൽ സ്പേം ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഫ്രീസ് ചെയ്യാൻ പോകുന്നു. അവരുടെ ഒരു ഇത് കാരണം അത് മിസ്പ്ലേസ് ആയി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിലേക്ക് പെടുമ്പോഴും ഈ സ്പേം കിട്ടുന്നത് നമ്മുടെ ശ്രേയ എന്ന കഥാപാത്രം നിത്യമേനോനാണ്. അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു നല്ലൊരു തോട്ടായിരുന്നു. ഒരു യൂഷ്വൽ റൊമാൻറ്റിക് ട്രാക്കിൽ നിന്നും വിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു. ഇതൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്ന രീതിയിൽ സെറ്റ് ചെയ്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകാവുന്ന ഒരു സിനിമയാണ്. ഇതിലെ പോസിറ്റീവ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ജയം രവിയും നിത്യമേനോൻ്റെയും കോമ്പിനേഷൻ നല്ല റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് തോന്നി. ആൻഡ് അവർ തമ്മിലുള്ള നല്ല കോമ്പിനേഷൻ സീൻസൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു തോട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു തോട്ടാണ്. യൂഷ്വൽ റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പോസിറ്റീവ് ഘടകമാണ്. പിന്നെ AR റഹ്മാൻ ആ സോങ്, എസ്പെഷ്യലി ഹിസ് അമ്മി, എന്നെ ഇഴുക്ക് എന്ന ആ ഒരു സോങ് ആണ് ഈ സിനിമ കാണാനുള്ള എൻ്റെ പ്രേരണ. ഒപ്പം നിത്യമേനോൻ്റെ സാന്നിധ്യം വളരെയധികം ക്രൂഷ്യൽ തന്നെയാണ്. സിനിമയുടെ ഡ്രോബാക്കിലിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ റൈറ്റിംഗ് തന്നെയാണ്. ഒരു നല്ലൊരു സിനിമ ആക്കേണ്ട ഒരു സിനിമയെ പുവർ റൈറ്റിംഗ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഒരു മെലോ ഡ്രാമാറ്റിക് പോലെ ആയിട്ടുണ്ട് ചില സ്ഥലത്ത്. എസ്പെഷ്യലി ഓപ്പണിങ്ങിൽ നമ്മുടെ നിരുപമ, നമ്മുടെ ജയനിയുടെ കാമുകിയായിട്ട് വന്ന അവർ രണ്ടുപേരുള്ള ഡയലോഗ്സ് ഉണ്ട്. അവിടെ ഭയങ്കര ഫ്ലാറ്റ് ആയിപ്പോൾ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. വളരെ നമുക്ക് ഒരു ബോറടിക്കും, ഇതിനൊന്ന് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ളൊരു ഇതുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്, കുറേ ഡയലോഗുകൾ, ലെങ്തി ഡയലോഗുള്ള സീനുകളുണ്ട്. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് AR റഹ്മാനോട് ആ ഒരു നല്ല സോങ് കമ്പോസ് ചെയ്തതിന് ശേഷം മതി, ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് ഡയറക്ടർ പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെയല്ല, അതൊരു ഭയങ്കര ഒരു സൈലൻറ്റ് മൂവിയായി. അത് നമുക്ക് ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത്രയും നല്ലൊരു തോട്ട് വന്നിട്ട് അതിൻ്റെ നല്ല രീതിയിൽ റൈറ്റ് ചെയ്യാനോ അതിനെ പ്രസൻറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു അത്യാവശ്യം എനിക്ക് തോന്നിയത് ഓവറോൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ട്രൈ ചെയ്തു. രവി മോഹൻ, നിത്യമേനോൻ അവർ ഭയങ്കര അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കോമ്പിനേഷനിൽ. ഒപ്പം ജയൻ രവി കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് കാണാൻ പറ്റി. ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കാരണം ആ ജയൻ രവിയുടെ ആ പൃഥ്വി എന്ന ഇതിൻ്റെ മകൻ, അതിൻ്റെ രസകരമായ കുറച്ച് കോമ്പിനേഷനും മൊമെൻറ്റ്സും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോട്ടലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് കാതലിക്ക നേരമില്ല എന്ന സിനിമ. അപ്പോൾ നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിൽ പോയി കാണാം.